ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നവരാണ് അധികം ആളുകളും. എന്നാൽ ചായ കുടിക്കുന്നത് കൊണ്ട് ചില ദോഷവശങ്ങൾ കൂടിയുണ്ട്. പഞ്ചസാര ചേർത്ത് ചായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചായയുടെ അമിത ഉപയോഗം ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. റിപ്പോർട്ടിലേക്ക്. സ്ഥിരമായി ചായ കുടിക്കുമ്പോൾ കഫീൻ കൂടുതലായി ശരീരത്തിലെത്തുന്നു. ഇത് കാലക്രമേണ നിങ്ങളുടെ ചർമ്മത്തെ വരണ്ടതാക്കുകയും പ്രായമായവരുടെ ശരീരം പോലെ ചുളിവുകളും വരകളും വരുത്തുകയും ചെയ്യും. ചായ കുടിക്കുന്നത് ഇടയ്ക്കിടെയുള്ള മൂത്രശങ്കയ്ക്ക് കാരണമാകുന്നു. ചായയിൽ പഞ്ചസാര ചേർക്കുന്നത് രുചി മെച്ചപ്പെടുത്തുമെങ്കിലും അത് കുടലിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. അധിക പഞ്ചസാര ദോഷകരമായ കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും കുടൽ മൈക്രോബയോമിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് വയറുവീർക്കൽ, ദഹനക്കുറവ്, വീക്കം എന്നിവയിലേക്ക് നയിച്ചേക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിതമായ അളവിൽ തേൻ ചേർക്കാൻ ശ്രമിക്കുക. വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലവും ആരോഗ്യത്തിന് നല്ലതല്ല. രാവിലെ ചായ കുടിക്കുമ്പോൾ ഉന്മേഷം തോന്നുമെങ്കിലും അത് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ചായയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആമാശയത്തിലെ ആസിഡ് വർദ്ധിപ്പിക്കുന്നു. കാലക്രമേണ ഇത് ദഹനത്തെ പോലും ബാധിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ചായ കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അമിത ചൂട് ചായ കുടിക്കുന്നതും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം അമിത ചൂട് ചായ തൊണ്ടയിലെയും വയറ്റിലെയും സൂക്ഷ്മമായ കലകളെ തകരാറിലാക്കും. പതിവായി ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അന്നനാളത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ചായ ചെറുതായി തണുത്ത ശേഷം കുടിക്കുക. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ചായ കുടിക്കുന്ന ശീലം ചിലർക്കുണ്ട്. ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് ചായ കുടിക്കുന്നത് ഉറക്കത്തെയും ദഹനത്തെയും തടസ്സപ്പെടുത്തും. ചായയിൽ സ്വാഭാവികമായും കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ഉണർത്താതിരിക്കുകയോ അസിഡിറ്റിയിലേക്ക് നയിക്കുകയോ ചെയ്യും. വളരെ വൈകി ചായ കുടിക്കുന്നത് ഉറക്കത്തെയും ബാധിക്കാം. ഗ്രീൻ ടീ പലപ്പോഴും ആരോഗ്യകരമാണെന്ന് പറയുമ്പോഴും അമിതമായി കഴിക്കുന്നത് വയറിന് അസ്വസ്ഥത ഉണ്ടാക്കും. ഉയർന്ന അളവിലുള്ള കാറ്റച്ചിനുകളും കഫീനും ചില സന്ദർഭങ്ങളിൽ കരളിന് സമ്മർദ്ദമുണ്ടാക്കുകയും ചെയ്യും. മിതമായ അളവിൽ ഒരു ദിവസം ഏകദേശം 2 മുതൽ 3 കപ്പ് വരെ കഴിക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം മറ്റ് കൃത്രിമ മധുരങ്ങൾ ചേർക്കുന്നതും നല്ലതല്ല. കാരണം അവ കുടൽ ബാക്ടീരിയയെയും ദോഷകരമായി ബാധിക്കും. അസ്പാർട്ടം, സൂക്രലോസ് തുടങ്ങിയ മധുര പലഹാരങ്ങൾ കുടൽ മൈക്രോബയോട്ടിനെ തടസ്സപ്പെടുത്തുകയും ദഹന അസ്വസ്ഥതകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചായയ്ക്ക് മധുരം നൽകേണ്ടി വന്നാൽ സ്റ്റീവിയ പോലുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മധുരം പൂർണ്ണമായും ഒഴിവാക്കുക.